നാഗമംഗലം എൻ്റെ നാട്. അത് സുന്ദരമായൊരിടമാണ്. എങ്ങും പച്ചപ്പും വയലുകളും കിളികളുടെ കൊഞ്ചലും നാഗക്കാവും കുളവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ നാട്. വർഷങ്ങൾ എത്ര കടന്നുപോയാലും ചില ഓർമ്മകളും ചില വ്യക്തികളും മനസ്സിലങ്ങനെ മായാതെ കിടക്കും. ചിലപ്പോൾ അവ നമ്മളെ വേദനിപ്പിച്ചു എന്നും വരും. എന്നാലും തളരാതെ അങ്ങനെ മുന്നോട്ട് പോവണം. അങ്ങനെ പോയി ഒടുവിൽ നമ്മളവരെ കാണുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതിയുണ്ട്. അതിന് വല്ലാത്തൊരു സുഖമാണ്. എൻ്റെ ഈ യാത്രയും അങ്ങനെ ഒരു അനുഭൂതിക്ക് വേണ്ടിയാണ്. കാലങ്ങൾ മറയുമ്പോൾ മനസ്സിനുള്ളിൽ ഏതോ ഒരു കോണിൽ അവനുണ്ടായിരുന്നു, എൻ്റെ ഉണ്ണിയേട്ടൻ. എല്ലാവർക്കും കൃഷ്ണനും കിച്ചുമായപ്പോൾ എനിക്ക് മാത്രം ഉണ്ണിയേട്ടനായി. പണ്ടും എൻ്റെ മാത്രമായിരുന്നു, വേറൊരാൾക്കും കൊടുക്കില്ലായിരുന്നു. എൻ്റെ പ്രാണനെ അത്രയ്ക്കും ഭ്രാന്തായിരുന്നു അവനെനിക്ക്. എന്നും ഉറങ്ങുമ്പോഴും ചെക്കൻ്റെ കണ്ണുകളും ആ മുഖവും എന്നെ കൊല്ലാതെ കൊല്ലുക. ഇപ്പോൾ ഒരുപാട് മാറിക്കാണുമല്ലേ? എന്നെ ഓർക്കുന്നുണ്ടാവുമോ? ഇനി മറന്നു കാണുമോ? അറിയില്ല. ഇനി എന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ദേവി, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്തോ എന്നെ നെഞ്ചു വല്ലാതെ നോവുന്നു. പണ്ട് കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ആ മാള് തന്നെയാണ് ഞാൻ. ഒത്തിരി വർഷം ഇവിടെ ഇല്ലായിരുന്നെങ്കിലും ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും ഈ നെഞ്ചിൽ നിങ്ങളാണ് ഉണ്ണിയേട്ട. അന്ന് എനിക്ക് ഉണ്ണിയേട്ടനായിരുന്നു പ്രിയപ്പെട്ടത്. എൻ്റെ 8ാം ക്ലാസ് വരെയുള്ള പഠനം നാട്ടിലായിരുന്നു. പെട്ടെന്നാണ് അച്ഛൻ അമേരിക്കയിൽ ജോലി ശരിയാവുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോയി സെറ്റിലാവുന്നു. അതുവരെയുള്ള എൻ്റെ ഓരോ അവധിക്കാലവും ഉണ്ണിയേട്ടൻ്റെ കൂടെയായിരുന്നു. ഇന്ന് ആ ഓർമ്മകൾ മാത്രമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ നാഗമംഗലം എത്തും. എന്തോ അടുക്കുംതോറും ഹൃദയമിടിപ്പ് കൂടി വരുന്നു. ഓർമ്മകൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ടാണ് ടാക്സി ഡ്രൈവറുടെ വിളി വരുന്നത്. വിറക്കുന്ന കാൽപാദങ്ങൾ ഞാൻ ആ മണ്ണിലേക്ക് പതിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എനിക്ക് ചുറ്റുമുള്ള കാറ്റിൽ പാലപ്പൂ മണം പരക്കുന്നുണ്ടായിരുന്നു. വീണ്ടും എൻ്റെ മനസ്സ് ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ കുരുങ്ങുന്ന പോലെ. ഒരു നിമിഷം കണ്ണുകളടച്ച് ദീർഘനിശ്വാസമെടുത്ത് മുഖത്തൊരു പുഞ്ചിരി നിറച്ച് മുന്നോട്ട് നടന്നു. എന്നെ കണ്ടതും മുത്തശ്ശിയും അമ്മായി കണ്ണീരോടെ പുണർന്നു. എന്തോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നീട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുഴുവൻ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു. എൻ്റെ കുട്ടിയെ ഓർമ്മയുണ്ടോ ഈ മാവ്? എൻ്റെ കുട്ടി നട്ട മാവാ. ആണോ മുത്തശ്ശി? ഇത് ഇത്രയ്ക്ക് വളർന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേ കുട്ടിയെ, നിന്റെ മോള് നട്ടതാ. ഇത് ഇത്ര വലുതാവാൻ കാരണം കിച്ചൂട്ടനാ. കിച്ചുവാ ഈ മാവ് പരിപാലിക്കുന്നു. ഒരു ദിവസം പോലും അവനിതിന് വെള്ളമൊഴിക്കാൻ മറക്കാറില്ല. എന്തോ ആ പേര് കേട്ടപ്പോൾ നെഞ്ചിരിപ്പൊന്ന് ഉയർന്നു. കൈകാലിൽ വിറക്കുന്നുണ്ട്. വല്ലാത്തൊരു വികാരം എന്നെ വന്ന് പൊതിയും പോലെ. എന്തേ കുട്ടിയെ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശി, ഉണ്ണിയേട്ടൻ അല്ല കിച്ചുവേട്ടൻ ഇപ്പം എവിടെയാ? കിച്ചൂട്ടൻ ഇപ്പം ഇവിടുത്തെ സ്കൂളിൽ മാഷായി പഠിപ്പിക്കുക. അത് കേട്ടത് അവിടെ കണ്ണുകളും തിളങ്ങി. എന്താ മുത്തശ്ശി പറഞ്ഞ്? മാഷോ? അതേ കുട്ടിയെ, മാഷ് തന്നെ. എന്തേ? ഒന്നുമില്ല, ഞാൻ കേട്ട തെറ്റിയതാണെന്ന് തോന്നിപ്പോയി. അതാ മുത്തശ്ശി ഒന്നുകൂടെ ചോദിച്ചു. ഞാനെന്നാ കിച്ചേട്ടനൊന്ന് പോയി കണ്ടിട്ട് വരാം. ഞാൻ വന്നറിഞ്ഞ് കാണില്ല. ചുമ്മാ ഒന്ന് ഞെട്ടിച്ച് കളയാം. എന്താ മുത്തശ്ശി? അത് ശരിയാ, എൻ്റെ കുട്ടീനെ കാണുമ്പോൾ കിച്ചൂട്ടൻ എന്തായാലും ഞെട്ടും, അതുറപ്പാ. എന്നാ പോയി വാ കുട്ടിയെ. ഉച്ചയൂണിന് മുന്നേ വരണം കേട്ടോ. അധികം വെയിലൊന്നും കൊള്ളണ്ട, നീരിളക്കം പിടിക്കും. വഴിയൊക്കെ അറിയില്ലേ കുട്ടിയെ? മുത്തശ്ശി വേണമെങ്കിൽ അമ്മായിനെ കൂടെ അയക്കാം, ഒറ്റയ്ക്ക് പോവണ്ട. ഞാൻ പോയി വരാം മുത്തശ്ശി, ഇവിടുത്തെ എല്ലാ വഴികളും എനിക്ക് മനപ്പാടാ. എന്നാ പോയി വാ കുട്ടിയെ, സൂക്ഷിച്ചു പോണോട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്നിൽ വല്ലാത്തൊരു സന്തോഷവും ആവേശവും നിറഞ്ഞിരുന്നു. ഉണ്ണിയേട്ടൻ, ആ ഒരു നാമം എൻ്റെ ചുണ്ടിലും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. അവളുടെ ഓർമ്മകൾ ഒരു വേള തൻ്റെ കുഞ്ഞി ഉണ്ണിയേട്ടനിലെത്തി നിന്നു. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ. എന്താ വാളു? ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. ഉണ്ണിയേട്ടാ. എന്താ വാളൂട്ടി? അതില്ലേ, ഉണ്ണിയേട്ടന് വലുതാകുമ്പോൾ ആരാവാനാ ഇഷ്ടം? അതോ ഡോക്ടറാവാനാ ഇഷ്ടം? എന്താ ഇപ്പം ഇങ്ങനെ ചോദ്യം? എന്നും പറഞ്ഞ് മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഉണ്ണി കാണുന്നത് വിതുമ്പുന്ന ചുണ്ടുകളാൽ കണ്ണു നിറച്ചിരിക്കുന്ന കുഞ്ഞു മാളുവിനെയാണ്. യോ മാളൂസേ, ഉണ്ണിയേട്ടൻ്റെ മോളെന്തിനാ കരയുന്നത്? എന്താടാ? ഉണ്ണിയേട്ടൻ ഡോക്ടർ ആവണ്ട, മാളുവിന് പേടിയാ. അതെന്താടാ? മാളുവിന് ഡോക്ടറെ പേടിയാ. കഴിഞ്ഞ ദിവസം എൻ്റെ കാലിൽ ഇഞ്ചക്ഷൻ വെച്ച് ഉണ്ണിയേട്ടനും കണ്ടല്ലേ, മാളുവിന് ഒത്തിരി നൊന്തു. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ ഡോക്ടർ ആവണ്ട കേട്ടോ. ഇനി ഉണ്ണിയേട്ടൻ ഡോക്ടറായ പിന്നെ മാളൂട്ടി ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞ് ഉണ്ണിക്ക് ചിരിയാണ് വന്നത്. മാളൂട്ടിയെ പിന്നെ ഉണ്ണിയേട്ടൻ ആരാവുക? എൻ്റെ മാളൂട്ടി എന്നെ പറയൂ. അതോ എന്നും പറഞ്ഞ് കുഞ്ഞു മാളൂട്ടി തൻ്റെ മുഖത്ത് വിരൽ കൊണ്ട് തട്ടി ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ മാളൂട്ടിയെ എന്തെങ്കിലും പറയോ? ആ കിട്ടി ഉണ്ണിയേട്ട, ഇനി ഉണ്ണിയേട്ടൻ മാഷായാൽ മതി. ആഹാ, കൊള്ളാലോ മാളൂട്ടിയെ, എന്നാ മാഷാവാം. ഞാൻ മാഷായി കഴിഞ്ഞാലേ ഉണ്ണിയേട്ടൻ നല്ല തല്ലേരും കേട്ടോ. അപ്പൻ്റെ മാളൂട്ടിക്ക് പേടിയാവില്ലേ?
തല്ലല്ലേ തരുള്ളൂ ഉണ്ണിയേട്ടാ, അത് കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ തരാതിരുന്നാ മതി. സൂചി മാളൂട്ടിക്ക് പേടിയാ. അവളത് പറഞ്ഞതും ഉണ്ണി ആ കുഞ്ഞി കുറുമ്പിയുടെ കവളിൽ സ്നേഹത്തോടെ പിടിച്ചു നുള്ളിയതും കുഞ്ഞു മാളൂട്ടി ഉറക്കെ ചിരിച്ചു. ഓർമ്മകൾക്ക് വിരാമമിട്ട സ്കൂളിലെ മണിമുഴക്കം കേട്ടാണ് എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. ആ ഓർമ്മകളൊന്നും പ്രായമാവാതെ എൻ്റെ ഹൃദയത്തിൽ തന്നെ ഏറെ ശോഭയോടെ നിറയുന്നുണ്ട്. സ്കൂൾ മുറ്റത്തെത്തിയതും അവളുടെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവനെ തിരഞ്ഞു. ഡേ ദേവി, ഉണ്ണിയേട്ടനെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? പണ്ട് കണ്ടതല്ലേ, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി കാണില്ലേ? ഒരു ഫോട്ടോ പോലും കയ്യിലില്ല, പിന്നെ എങ്ങനെയാ ഞാൻ എൻ്റെ ഉണ്ണിയേട്ടനെ തിരിച്ചറിയുക? ഈശ്വര, കയ്യെത്തും ദൂരത്തുണ്ട്, എന്നിട്ടൊരു നോക്ക് കാണാൻ ഒന്നും മിണ്ടാനുള്ള തുടിക്കുന്നു. അപ്പോഴാണ് പുറകിൽ നിന്നൊരു ചോദ്യം കേൾക്കുന്നത്. ആരാ? ഞാൻ മാളവിക. ഏതെങ്കിലും കുട്ടിയുടെ പേരൻ്റാണോ അതോ സാറിനെ കാണാൻ വന്നാണോ? അയ്യോ അല്ല. പിന്നെ? ഞാനൊരു സാറിനെ തിരഞ്ഞു വന്നതാ. ആണോ? എന്താ പേര്? കൃഷ്ണനുണ്ണി. അത് ഞാനാ. എന്താ കാര്യം? തന്നെ ഇവിടുന്ന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതായിരുന്നു എൻ്റെ ഉണ്ണിയേട്ടൻ. ഈശ്വര, കൈയും കാലം വിറച്ചിട്ടൊന്നും മിണ്ടാൻ കൂടെ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാ? നെഞ്ചൊക്കെ വല്ലാണ്ട് മിടിക്കുന്നു. ഒരു വേള അവൾ ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവനെ തന്നെ നോക്കി നിന്ന് പോയി. അപ്പോഴാണ് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. കിച്ചുവേട്ടാ. ഒരു തവണയും ഞാൻ മുന്നിലേക്ക് നോക്കിയുള്ളൂ. എൻ്റെ ഹൃദയം പൊട്ടുന്ന പോലെ, കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുന്നു, കൈകാലുകൾ കുഴയുന്ന പോലെ. പറ്റുന്നില്ല. അത്രമേൽ പ്രിയപ്പെട്ട ഒന്ന് എന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാനപ്പോൾ ആരുമല്ലേ? എനിക്ക് ചുറ്റുമുള്ളൊന്നും കാണാൻ സാധിക്കാത്ത പോലെ. ഒന്നു മാത്രം ഞാൻ വ്യക്തമായി കണ്ടു. ആ പെൺകുട്ടിയുടെ നെറ്റിയിലെ ചുവന്ന സിന്ദൂരവും വീർത്തുന്തിയ വയറും അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൈകളും. കിച്ചുവേട്ടാ, ആരീ കുട്ടി? അറിയില്ല ലച്ചു, ഇവിടെ ഏതോ സാറിനെ അന്വേഷിച്ചു വന്നാ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വാക്കുകളിൽ തന്നെ അവളുടെ മനസ്സ് കുരുങ്ങിക്കിടന്നു. അറിയില്ല, ആ വാക്ക് വന്ന് തറച്ച അവളുടെ ഹൃദയത്തിലായിരുന്നു. കണ്ണുനീർ താഴേക്ക് പതിക്കും മുമ്പേ അവൾ തിരിഞ്ഞു നടന്നിരുന്നു. മുൻപിലേക്കുള്ള ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദിശയറിയാത്ത കിളിയെപ്പോലെ അവൾ ആടി ഉലഞ്ഞു. തനിക്ക് ചുറ്റും നടക്കുന്നെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. നേരം 1:30 അവൾ എങ്ങനെയൊക്കെയോ ഇല്ലത്ത് തിരിച്ചെത്തി. പൂമുഖത്ത് തന്നെ മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ കുട്ടി വന്നോ? ഊണെടുക്കട്ടെ മോളെ. ഇപ്പൊ വേണ്ട മുത്തശ്ശി, ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. എന്നാ മോള് പോയി കിടന്നു, ഊണ് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. മുറിയിലെത്തിയതും കതക് ചാരി ലോക്ക് ചെയ്ത് താഴേക്ക് ഊർന്നിരുന്ന് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്തോറും സങ്കടം കൂടുന്ന പോലെ നെഞ്ച് വിങ്ങുന്നു. തൊണ്ടക്കുഴിയിൽ എന്തോ ഒരു ഭാരം വന്ന് നിറഞ്ഞ പോലെ. ചുണ്ടുകളിൽ ഉപ്പുരസം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നും ചോരക്കിനിയും പോലെ അത്രമേൽ നീറുന്നൊരു നോവായി ഒരുവൻ അവളിൽ തിങ്ങി നിറഞ്ഞു. ഇല്ല, എനിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല. ഇന്നെന്നെ പോവണം. എനിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഉണ്ണിയേട്ടൻ സന്തോഷവാനാണ്. ലച്ചുവിനെ പോലും നല്ലൊരു ഇണയെ കിട്ടിയില്ലേ? ആ ഒരു സന്തോഷത്തോടെ ജീവിക്കട്ടെ. എൻ്റെ കൺവെട്ടം പോലും അവരിൽ പതിച്ചുകൂടാ. കരയാൻ പോലും എനിക്ക് ഭയം തോന്നുന്നു. എൻ്റെ കണ്ണുനീർ ഒരിക്കലും ഉണ്ണിയേട്ടനെ ലച്ചുവിൻ്റെ മേൽ വീണുകൂടാ. അതിന് ഞാൻ ഇവിടുന്ന് ഈ നിമിഷം തന്നെ പോവണം. മാളുവിൻ്റെ മനസ്സിലെ ചിന്തകൾ കാടുകയറിയതും അവൾ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. തൻ്റെ ബാഗിലേക്ക് എന്തൊക്കെയോ കുത്തി നിറച്ച് കഴിഞ്ഞതും വാഷ്റൂമിൽ പോയി മുഖമും നന്നായി കഴുകി ബാഗും എടുത്ത് പുറപ്പെടാനായി ഉമ്മറത്തേക്ക് വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് ഞെട്ടിയത്. അച്ഛനും അമ്മയും എന്താ ഇവിടെ? അവളൊരു നിമിഷം അമ്പരന്ന് പോയി. എന്താ മാളു ഇങ്ങനെ നോക്കുന്നത്? ഇത് ഞങ്ങൾ തന്നെയാ, നിന്റെ അച്ഛനും അമ്മയും. എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും തരാതെ? അതോ മോൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കിച്ചൂട്ടനാ പറഞ്ഞ്. അതോടെ കേട്ടത് അവൾ ഒന്നുകൂടെ തളർന്നുപോയി. അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു, എന്നിട്ട് എന്തിനാ അറിയില്ലെന്ന് പറഞ്ഞ്? അവളിൽ ഒരേ സമയം ദേഷ്യവും സങ്കടവും കലർന്ന നിസ്സഹായാവസ്ഥ വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പുഞ്ചിരിച്ചുകൊണ്ട് ലച്ചു അവളുടെ അരികിലേക്ക് വരുന്നത്. മാളുവീച്ചി, എന്നെ മനസ്സിലായില്ലേ? അതിന് മറുപടിയായി അറിയില്ലെന്ന് അവളൊന്ന് തലയാട്ടി കാണിച്ചു. ആഹാ, നല്ല ആളാ. എന്നാൽ എൻ്റെ ചേച്ചിയെ എന്നെ മറന്നില്ലേ? ചേച്ചി, ഇത് ഞാനാ ലക്ഷ്മി, കിച്ചൻ്റെ അനിയത്തി. ഇപ്പൊ മനസ്സിലായി എൻ്റെ ചേച്ചിക്ക്? ലച്ചു പറഞ്ഞു തീരിലും മാളു അവളെ നിറകണ്ണുകളാൽ ചേർത്ത് പിടിച്ചു. എൻ്റെ മോള് ചേച്ചിക്ക് മനസ്സിലായില്ലല്ലോടാ എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. ഓ, ലച്ചുവിനെ മനസ്സിലാവാത്തവളാ എന്നെ മനസ്സിലാക്കുന്നു. ആ ഹോയി വിട്ടത് ഉണ്ണിയാണ്. അതിന് മറുപടിയായി മാളൂന്ന് അവളുടെ ഉണ്ണിയേട്ടനെ കൂർപ്പിച്ച് നോക്കി. എന്നിട്ടൊരു ചോദ്യം. ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെയുള്ള ഒരാൾക്ക് ഒരു മരുന്ന് കൊടുക്കാൻ വന്നാ. ഇനി മരുന്ന് ഇഷ്ടമല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തരാം കേട്ടോ. എന്ത് ഇഞ്ചക്ഷൻ എന്ന് കേട്ടതും അവളുടെ മനസ്സിൽ ചിണുങ്ങിക്കരയുന്ന ഒരു കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം കൂടുതൽ മികവോടെ തെളിഞ്ഞു വന്നു. കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. ചുണ്ടുകൾ സങ്കടത്താൽ വിറകൊണ്ടു. ഒരു നിമിഷം തന്നെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്ക് തിരിഞ്ഞോടി. കീച്ചുവേ, മാളൂട്ടി പിണങ്ങി കേട്ടോ. വേഗം ചെന്ന് കൂടിക്കോ, അല്ലെങ്കിൽ ഇനി നിന്നോടും മിണ്ടില്ല. പെണ്ണിന് ആ കുട്ടിക്കാലത്തെ വാശി ഇപ്പോഴും ഉണ്ട്.
മുത്തശ്ശി പറഞ്ഞു. അതിന് മറുപടി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. മുറിയിലെത്തിയ മാളു തന്റെ ബാഗുകൾ സങ്കടത്താൽ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കിച്ചു ചാരിക്കിടക്കുന്ന വാതിൽമേലെ തള്ളിക്കൊണ്ട് അകത്തേക്ക് നോക്കി. തന്റെ പ്രിയപ്പെട്ടവളെങ്ങോ മിഴികൾ പായിച്ച് നിൽക്കുന്നുണ്ട്. അവളെ കാണുന്തോറും അവനെ നെഞ്ചിരിപ്പ് കൂടുന്ന പോലെ, അത്രമേൽ പ്രണയത്തോടെ ചേർത്ത് പിടിക്കാൻ മനസ്സ് വെമ്പുന്ന പോലെ. മാളൂട്ടിയെ? അവന്റെ സ്വരം കാതിൽ പതിഞ്ഞതും അതുവരെ ശാന്തമായി കിടന്നിരുന്ന അവളുടെ ഹൃദയം എന്തിനോ വേണ്ടി മുറവിളി കൂട്ടുന്ന പോലെ ആ നെഞ്ചിലേക്ക് ചേരാൻ മനസ്സ് കൊതിക്കുന്നുണ്ട്. എങ്കിലും എന്തോന്ന് അതിന് തടസ്സം പോലെ. അവളുടെ ചിന്തകൾക്ക് കടിഞ്ഞാനിട്ടുകൊണ്ടാണ് അവന്റെ നിശ്വാസം അവളുടെ കഴുത്തിൽ വന്ന് പതിച്ചത്. ഒരു നിമിഷം അവളും നിശ്ചലയായി പോയി. തന്റെ പ്രിയപ്പെട്ടവന്റെ സാമീപ്യം അവളെ വേറെ ലോകത്തെത്തിച്ചിരുന്നു. അവനോട് മിണ്ടാൻ ഹൃദയം പറയുമ്പോഴും അതരങ്ങൾ മിണ്ടാൻ കഴിയാതെ നിശ്ചലമായതുപോലെ. ആ നെഞ്ചിലൊന്ന് തലചായ്ച്ച് പുണരാൻ മനസ്സ് വെമ്പുന്നുണ്ട്. എന്നാൽ ഒന്നിനും കഴിയാത്ത പോലെ. ഒന്നിനും കഴിയുന്നില്ലെങ്കിലും കണ്ണുകൾ മാത്രം ഇടതടവില്ലാതെ ഒഴുകുന്നുണ്ട്. മാളൂട്ടി, എന്താണോ ഒന്നും മിണ്ടാത്ത നീ? നിനക്കെന്നോട് വെറുപ്പാണോ? അവന്റെ ആ വാക്കുകൾ വന്ന് തറച്ചത് അവളുടെ ഹൃദയത്തിലായിരുന്നു. അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയവന്റെ കൈകളിൽ അവളുടെ പിടിവീണിരുന്നു. ഉണ്ണിയേട്ടാ, നിങ്ങൾ എന്നെ വിട്ടു പോവാണോ? നിറഞ്ഞ കണ്ണാൽ ചോദിക്കുന്നവളെ അവനൊരു നിമിഷം പോലും കളയാതെ ആഞ്ഞു പുണർന്നു. ഇല്ലടാ, നീ ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇത്രയും വർഷം നിന്നെ കാണാതെ, നിന്നോട് മിണ്ടാതെ എങ്ങനെ കഴിഞ്ഞുവെന്ന് എനിക്ക് അറിയൂ പെണ്ണേ. ഇപ്പോഴാ ഞാൻ മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നത് തന്നെ. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, തൊണ്ട ഇടറിയിരുന്നു. മാളൂട്ടിയെ? അവൻ പുഞ്ചിരിച്ച് വിളിച്ചതും ആ പുഞ്ചിരി അവളിൽ നിറഞ്ഞിരുന്നു. ഇനി അവർ ജീവിക്കട്ടെ.